ഡിവോഴ്സിനെ കുറിച്ച് പറയുമ്പം എല്ലാവർക്കും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ടെൻഷനും സമ്മർദ്ദത്തിൻ്റെ അങ്ങേയറ്റം വരെ എത്തുന്ന ഒരു സമയമാണ് ഒരു ഡിവോഴ്സ് എന്ന് പറയുന്നത്. അതിൽ പ്രധാനമായിട്ടും നമുക്ക് ആ ഒരു സമ്മർദ്ദം ഉണ്ടാക്കുന്നത് ഈ ചുറ്റുപാടുള്ള വ്യക്തികൾ തന്നെയാണ്. നമ്മൾ ജീവിക്കുന്ന സമൂഹം തന്നെയാണ്. സമൂഹത്തിലെ ഓരോ വ്യക്തികൾക്കും അതിനുള്ള പ്രാധാന്യമുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരുപക്ഷെ സ്നേഹിച്ച് വിവാഹം കഴിച്ചവരാവാം, അല്ലെങ്കിൽ വീട്ടുകാർ കണ്ടെത്തി വിവാഹം കഴിച്ചവരാവാം. പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുന്നില്ല, കുട്ടികൾ ഇല്ല എന്ന് കരുതുക. അപ്പം കുട്ടികൾ ഇല്ല എന്നുണ്ടെങ്കിൽ അതിനൊരു പോസിറ്റീവ് കാര്യമാണെന്ന് വെച്ചാൽ നമ്മൾ ഡിവോഴ്സ് ആയാൽ അത് കുട്ടികളെ ബാധിക്കുകയില്ലല്ലോ എന്ന ഒരു ആശ്വാസമുണ്ട്. അപ്പം നമുക്ക് കുട്ടികളില്ലാത്ത രണ്ട് വ്യക്തികളാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ അവർ പരസ്പരം ജീവിക്കുവാൻ പറ്റില്ല എന്ന് തീരുമാനിക്കും. നമുക്കിനി മുന്നോട്ട് പോകാൻ പറ്റില്ല, അതുകൊണ്ട് നമുക്ക് പിരിയാം എന്ന് തീരുമാനിക്കും. എന്തുകൊണ്ടാണ് ഈ കോടതികളെല്ലാം തന്നെ ഒരു 6 മാസത്തേക്ക് കാലാവധി പറയുന്നത്? അതായത് രണ്ടുപേരും രണ്ട് സ്ഥലങ്ങളിൽ ജീവിച്ചിട്ട് 6 മാസമെങ്കിലും ജീവിക്കണം. അപ്പോൾ നമുക്കൊരു പെറ്റീഷൻ ഫയൽ ചെയ്യണമെങ്കിൽ അതിന് കുറേ മാനദണ്ഡങ്ങളുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് രണ്ടുപേരും 6 മാസമായിട്ടെങ്കിലും അകന്ന് കഴിയുന്നവരായിരിക്കണം എന്നുള്ളതാണ്. അതാണ് എൻ്റെ അറിവ്. അപ്പോൾ അങ്ങനെ കഴിയുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ എന്തിനാണ് അവർ സമയം കൊടുക്കുന്നതെന്നറിയാം. അങ്ങനെ അകന്ന് കഴിയുമ്പോൾ നമ്മൾക്ക് കൂടുതൽ ചിന്തിക്കാൻ പറ്റും. നമ്മൾ അത്രയും ദിവസം മറ്റൊരാൾക്കൊപ്പം മറ്റൊരു വീട്ടിൽ ഭർത്താവിൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ മറ്റൊരു വീട്ടിൽ താമസിച്ചവരാണ്. അപ്പോൾ അന്ന് നമുക്കുണ്ടായ അനുഭവങ്ങൾ നമ്മളുടെ മനസ്സിൽ കാണും. എങ്ങനെയായിരുന്നു അവിടെയുള്ള ജീവിതം? അവരെ പിരിഞ്ഞിപ്പം നമ്മുടെ വീട്ടിലേക്ക് വന്ന് താമസിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളുണ്ടായി? പോസിറ്റീവ് എനർജിയാണോ നമുക്ക് കിട്ടുന്നത്? അല്ലെങ്കിൽ അയാളിൽ നിന്നും അകന്നപ്പോൾ നമുക്ക് സമാധാനവും സന്തോഷവും ലഭിച്ചോ? ഇങ്ങനെയൊക്കെ നമുക്ക് ആലോചിക്കാനുള്ളൊരു സമയമാണ്. പിന്നെ നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകൾ, നമ്മുടെ ബന്ധുക്കളും വീട്ടുകാരും ഒക്കെ ഇതിനെക്കുറിച്ച് നമ്മളോട് സംസാരിക്കും. നിൻ്റെ തീരുമാനം ഉറച്ചതാണോ? ഇങ്ങനൊരു തീരുമാനം എടുത്താൽ നിനക്ക് ഭാവിയിലുണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ അവർ പറയും. കാരണം അവരെപ്പോഴും നോക്കുന്നത് എങ്ങനെയെങ്കിലും ഒരുമിച്ച് ജീവിതമല്ലേ, എല്ലായിടത്തും പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒരുമിച്ച് പോകുന്നെങ്കിൽ പോകട്ടെ എന്ന രീതിയിലായിരിക്കും അവർ ചിന്തിക്കുക. അപ്പോൾ നമ്മൾക്ക് അതിനൊന്നും ആരെയും കുറ്റം പറയാൻ പറ്റില്ല. കാരണം നമ്മളെക്കാട്ടിൽ മുതിർന്ന ആളുകൾക്കാണ് കുറേ കൂടെ അനുഭവജ്ഞാനമുള്ളത്. വിവരമുണ്ട് എന്ന് ഞാൻ പറയുന്നൊന്നുമില്ല എല്ലാവർക്കും. പക്ഷെ അനുഭവങ്ങൾ കുറേയൊക്കെ ഉണ്ട്. അവരൊക്കെ പറയുന്നതിൽ കുറേയൊക്കെ കാര്യങ്ങൾ ശരിയുമാണ്. കാരണം ഏറ്റവും കൂടുതൽ നമ്മൾ ഡിവോഴ്സ് ആകുന്നവർ ചിന്തിക്കേണ്ടത് കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ തീർച്ചയായിട്ടും ഒറ്റപ്പെടും, അതിലൊരു മാറ്റവുമില്ല. നിങ്ങളുടെ ചുറ്റുപാടിൽ എത്ര പേരുണ്ടെങ്കിലും അച്ഛൻ്റെ അമ്മയുടെ കൂടെ താമസിക്കുകയാണെന്ന് പറഞ്ഞാലും കുട്ടികൾ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒറ്റപ്പെടും, അതിനൊരു സംശയവുമില്ല. കാരണം ഒന്നാമത്തേതെന്ന് പറയുന്നത്, നിങ്ങൾ കുറച്ച് ദിവസം ഒരാളുടെ കൂടെ താമസിച്ചപ്പോൾ നിങ്ങൾ രണ്ട് വ്യക്തികൾ തമ്മിൽ പല സ്ഥലങ്ങളിൽ പോകണം. ഒന്നുമില്ല ബന്ധുക്കളിൽ, അതൊക്കെ ഈ പഴയ ആളുകൾ കണ്ടെത്തിയിരിക്കുന്നത് വെറുതെ അല്ല. വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുമിച്ച് യാത്ര പോകണം, ബന്ധുക്കളുടെ വീടുകളിലൊക്കെ പോകണം, അവിടെ നമുക്ക് ഫുഡൊക്കെ ഒരുക്കും, അതൊക്കെ കഴിക്കണം. ഇതൊന്നും വെറുതെ ഒന്നുമല്ല. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട്, വിവാഹ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് വെച്ചിരിക്കുന്നത് ആ രണ്ട് മനസ്സുകൾ തമ്മിൽ ചേർന്ന് പോകുവാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ അങ്ങനെയുള്ള യാത്രകളിൽ നമുക്ക് ഒരുപാട് സന്തോഷങ്ങളുണ്ടാകും. ആ സന്തോഷങ്ങളാണ് പിന്നീട് നമുക്കുള്ള ജീവിതത്തിന് ഏറ്റവും കൂടുതൽ ഊർജം പകരുന്ന ഒന്നായിട്ട് നിൽക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് എല്ലാവരും വിവാഹത്തിന് ശേഷം യാത്രകളൊക്കെ പോകണം എന്നൊക്കെ പറയുന്നത്. കാരണം പിന്നീട് നമുക്ക് അങ്ങനെ ഒരു യാത്രയൊന്നും പറ്റിയില്ലെങ്കിലും നമ്മൾ പോയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് സന്തോഷത്തോടു കൂടി ജീവിക്കണം. ഒരിക്കലെങ്കിലും എന്നെ കൊണ്ടുപോയല്ലോ, അല്ലെങ്കിൽ പക്ഷേ ഞങ്ങളങ്ങനെയൊക്കെ പോയിട്ടുണ്ടല്ലോ എന്നൊക്കെ കരുതി മറ്റുള്ളവരൊക്കെ പിന്നീട് വിവാഹം കഴിക്കുന്നവരൊക്കെ ഓരോരുത്തൊക്കെ പോകുമ്പോൾ ഞങ്ങളും പോയിരുന്നു എന്ന് പറയും. ഇല്ലെങ്കിൽ അവർ പോയ കഥകൾ പറയുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെയുള്ള യാത്രയൊന്നും ഇല്ലാന്ന് എങ്ങും പോയില്ല, വെറുതെ ഇരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തോടൊരു അതൃപ്തി തോന്നാൻ തുടങ്ങും. ആ അതൃപ്തി നമ്മൾ നമ്മുടെ ചിലപ്പോൾ ഭർത്താവിനോടൊക്കെ പറയും. അപ്പം അങ്ങനെയൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആദ്യകാലങ്ങളിൽ എല്ലാവരും ഇപ്പം ബന്ധുക്കളുടെ വീടാകുമ്പം തന്നെ ഏതായാലും അടുത്തടുത്താവില്ല, കുറച്ച് ദൂരമൊക്കെ
ദൂരമൊക്കെ യാത്ര ചെയ്ത് ഇല്ലേ, പരസ്പരം പല കാഴ്ചകളും കണ്ട് എന്താണ് സ്വഭാവങ്ങളൊക്കെ നമ്മൾ എന്താണ് താരതമ്യം. ഇപ്പം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് നമ്മളൊരു വീട്ടിൽ വിളിക്കുന്നു. അപ്പം അവിടെ ചെല്ലുമ്പം നമ്മൾ ഈ ഫുഡ് കഴിക്കുമ്പോൾ ഇന്ന ഫുഡ് എനിക്ക് ഈ ഭക്ഷണം നല്ലതാണ് ഇഷ്ടമാണ് എന്ന് ഭാര്യ പറയുന്നു, ഭർത്താവും പറയുന്നു. അപ്പോൾ രണ്ടുപേരും തമ്മിലത് മനസ്സിലാക്കുകയാണ്. എൻ്റെ ഭാര്യയ്ക്ക് ഇതൊക്കെ ഇഷ്ടമാണ്, എൻ്റെ ഭർത്താവിൻ്റെ ഇഷ്ടപ്പെട്ട ഫുഡ് ഇതൊക്കെയാണ്. അങ്ങനെ ആ ഫുഡിനെക്കുറിച്ചും ചിലപ്പോൾ എന്താണ് ഇതിന് ഇച്ചിരി കൂടി ഇതുള്ള അപ്പോൾ അഭിപ്രായങ്ങൾ മനസ്സിലാക്കുന്നു, എരിവും പുളിയും എന്തൊക്കെയാണ് ഇഷ്ടമുള്ളതെന്നൊക്കെ അങ്ങനെയൊക്കെ മനസ്സിലാക്കാനും ഇല്ലേ ഒക്കെ കഴിയുന്നു. അതിനാണ് അങ്ങനെയുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് വിളിക്കുന്നതും. നമ്മൾ അതുവഴിയൊക്കെ പരസ്പരം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെയുള്ള ഓരോ ചടങ്ങുകൾ വെച്ചിരിക്കുന്നത് എന്നാണ് എൻ്റെ ഒരു കണ്ടെത്തൽ. അപ്പം അങ്ങനെ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഡിവോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പെട്ടെന്ന് ഒരാൾ മാറിപ്പോകാനാണ് പോകുന്നത്. നമ്മൾ വീട്ടിലേക്ക് വന്നതോടുകൂടി ഇനി നമ്മൾ പോകുന്നില്ലെന്ന് തീരുമാനിച്ച് ഡിവോഴ്സ് എന്ന രീതിയിൽ പോവുകയാണെങ്കിൽ പിന്നെ ആ ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തിലില്ല. നമുക്ക് വിവാഹത്തിന് മുമ്പാണെങ്കിൽ കുറേയധികം സ്വാതന്ത്ര്യങ്ങൾ ഉണ്ട്. നമുക്ക് എന്താ പറയുക, കൂട്ടുകാരുമായിട്ട് പുറത്ത് പോകാം. പക്ഷെ നമ്മൾ ഡിവോഴ്സൊക്കെ ആയിക്കഴിയുമ്പോൾ മിക്കവാറും നമ്മുടെ പഴയ കൂട്ടുകാരും ഒക്കെ വിവാഹം കഴിച്ച് പോയിട്ടുണ്ടാവാം. അവരുടേതായിട്ടുള്ള ലോകത്തായിരിക്കും. എൻ്റെ കൂട്ടുകാർ ഡിവോഴ്സായി വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ച് ദിവസം എൻ്റെ വീട്ടിൽ പോയി എൻ്റെ കൂട്ടുകാരോട് ഇവിടെയൊക്കെ ഒന്ന് കറങ്ങി അടിച്ച് അവളെ ഒന്ന് റിഫ്രഷ് ചെയ്തിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് ഒരു പെണ്ണും എന്താണ് ഭർത്താവിന് വീട്ടിൽ നിന്ന് കൂട്ടുകാരോടെ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് വരില്ല. ചിലപ്പോൾ ഒരു ദിവസം വന്ന് കണ്ട് പോവുമായിരിക്കാം. എന്നിട്ട് അവരുടേതായിട്ടുള്ള ലോകത്തേക്ക് പോവുകയാണ്. അത് കൂട്ടുകാരിയായാലും കൂട്ടുകാരനായാലും അങ്ങനെ തന്നെയാണ്. ഒരു ഫംഗ്ഷൻ വന്നേ നിങ്ങൾ പോവാതിരിക്കാം, നിങ്ങൾക്ക് അതിനുള്ള മനസ്സിൻ്റെ ഒക്കെ ഒരു ഇത് വരും. നമ്മൾ വീട്ടുകാർ പറയും വീട്ടിൽ തന്നെ ഇരിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് പോകും. പക്ഷേ നിങ്ങൾ ചെല്ലുമ്പം തൊട്ട് നിങ്ങളെ ആയിരിക്കും ആൾക്കാരെല്ലാം നോക്കുന്നത്. ആളുകൾ നോക്കും, ആളുകൾ കമൻറ്റ് പറയും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇത് കഴിഞ്ഞിട്ടുണ്ടാകും. പിന്നെ ഇതിലൊരു കാര്യം എനിക്ക് എടുത്തു പറയാനുള്ളത്, ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ്, ഒരു സന്തോഷവും നമ്മുടെ ജീവിതത്തിൽ തരാത്ത വ്യക്തിയാണ്, എപ്പോഴും വഴക്കും നമ്മളെ ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്നതൊക്കെ വ്യക്തിയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഈ ഒറ്റപ്പെടലിനെ കുറിച്ച് ചിന്തിക്കുക വേണ്ട. നിങ്ങൾ ധൈര്യമായിട്ട് ആ ജീവിതത്തിൽ നിന്ന് പിന്മാറുന്നത് തന്നെയാണ് നല്ലത്. എന്നിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ജോലി കണ്ടെത്തുക. ഇപ്പം നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾക്ക് വീട്ടിൽ എന്താണ് ആങ്ങളമാരോ അല്ലെങ്കിൽ വിവാഹം കഴിച്ചവരോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ആ വീട്ടിൽ നിൽക്കാതിരിക്കുന്നതാണ് നല്ലത്. എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഏറ്റവും അകലെയുള്ള കേരളത്തിന് വെളിയിൽ പോയി ജോലി ചെയ്യാൻ സാഹചര്യം ഉണ്ടെങ്കിൽ അങ്ങനെ പോകാം. എന്നിട്ട് അവിടെ ചെന്ന് എല്ലാവരോടും ഡിവോഴ്സ് അങ്ങനെയൊന്നും പറയാൻ നിൽക്കുകയൊന്നും വേണ്ട. നമ്മളുടേതായിട്ട് രീതിയിൽ ജീവിച്ചു പോവുക. എന്താണ് ഇപ്പം പറയേണ്ട സാഹചര്യം എനിക്ക് പറ്റിയില്ല, ഓക്കെ. പിന്നീട് ഒരിക്കലും ആരെയും സ്നേഹിക്കാൻ പോവില്ല. ഒരു പുരുഷനെയും അല്ലെങ്കിൽ ഒരു സ്ത്രീയെയും സ്നേഹിക്കാൻ പോകരുത്, അങ്ങോട്ട് പോകരുത്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് പിന്നീട് നമ്മുടെ ഭാവിയെക്കുറിച്ച് മാത്രമായിരിക്കണം. കാരണം ഒരു വിവാഹം കഴിഞ്ഞ് ചിലപ്പം എത്രയോ വർഷങ്ങൾ കൂടെ നിന്ന് താമസിച്ചായിരിക്കും. അത്രയും വർഷം നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. ഇനി നമുക്ക് ഏൺ ചെയ്യാനാണുള്ളത്. നമുക്ക് സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കുക. ആ വരുമാനം നമ്മൾ കൃത്യമായി സേവ് ചെയ്യുക. അതിൽ നിന്ന് ഒരു രൂപ പോലും നമ്മൾ അനാവശ്യമായി കളയരുത്. നമുക്ക് വലിയൊരു ഭാവി നമ്മുടെ മുന്നിലുണ്ട്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സന്തോഷങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും കണ്ടെത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. മറ്റുള്ളവരുടെ ഒന്നും ജീവിതത്തെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. പിന്നെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് മാത്രമായിരിക്കണം. അതിന് നമുക്ക് നല്ല ജോലി വേണം, നല്ല വരുമാനം വേണം, ഹാർഡ് വർക്ക് ചെയ്യുക, സമ്പാദിക്കുക. പിന്നെ അച്ഛനും അമ്മയ്ക്കും ചെയ്യേണ്ട ഒരു സമയമുണ്ട്. ആ സമയമാകുമ്പോൾ അവരുടെ കാര്യങ്ങൾ നോക്കുക. അത് മാത്രമേ പറയുന്നുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് മാത്രമായിരിക്കണം. നിങ്ങൾക്ക് കിട്ടുന്ന കാശ് വീട്ടിൽ ചിലവാക്കാം, വീട്ടുകാർക്ക് കൊടുക്കാം, ഇങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് പോയിൻ്റാണ് ഈ ഡിവോഴ്സ് എന്ന് പറയുന്നത്. ഡിവോഴ്സ് കഴിഞ്ഞാൽ പിന്നെ ഒരു സ്നേഹത്തിന് നിൽക്കാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. നിന്ന് കഴിഞ്ഞാൽ എന്താ പറ്റുന്നതെന്ന് അറിയാമോ? നമ്മൾ അതിനെ ശ്രദ്ധിച്ചു പോകും. നമ്മൾ ആരെയും പൂർണ്ണമായിട്ട് പിന്നീട് വിശ്വസിക്കാൻ പോകല്ലോ. ഒറ്റ മനുഷ്യരെയും പൂർണ്ണമായി വിശ്വസിക്കല്ലേ. എപ്പോഴും ഒരു അകൽച്ച, എപ്പോഴും ഏത് സന്ദർഭത്തിലും അങ്ങനെ വേണം. ഡിവോഴ്സ് കഴിഞ്ഞ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം മറ്റുള്ളവരുടെ മനസ്സിൽ എന്താണെന്ന് നമുക്കൊരിക്കലും അറിയാൻ പറ്റില്ല. നമുക്ക് ഇങ്ങനെ പറയാം, അങ്ങനെ ആയിരിക്കും ചിന്തിക്കുന്നത്, പക്ഷെ പൂർണ്ണമായിട്ട് ഒരാളെ മനസ്സിലാക്കാൻ പറ്റില്ല. നിങ്ങൾ ജോലി ചെയ്യുക,
വരുമാനമുണ്ടാക്കുക, നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ സമ്പാദിക്കുക. കുറേ ഡ്രസ്സൊക്കെ വാങ്ങിച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്ത് ദൂർത്തടിച്ച് ചിലവാക്കാനല്ല, കുറച്ച് സമ്പാദിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വെക്കേഷൻ ടൈം ആകുമ്പോൾ അല്ലേ, നിങ്ങൾക്ക് നിങ്ങളുടെ സന്തോഷം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. ഒരു യാത്രയൊക്കെ പോയി ഒന്ന് റിഫ്രഷ് ആകുക. അപ്പോഴും നിങ്ങളുടെ സമ്പാദ്യം എന്തെന്ന് മറ്റുള്ളവരെ വെളിപ്പെടുത്താനോ മറ്റുള്ളവർക്ക് അനാവശ്യമായി ചിലവാക്കാനോ ഒന്നും നിൽക്കരുത്. അപ്പം ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ്. അത് നിങ്ങളെ മാനസികമായിട്ട് ഒരുപാട് തളർത്തും. അങ്ങനെ ഡിവോഴ്സ് എന്ന് ചിന്തിക്കുന്നവർ തീർച്ചയായിട്ടും ഭാവിയെക്കുറിച്ച് നല്ല വ്യക്തമായിട്ടുള്ള ബോധത്തോടു കൂടി ജീവിക്കണം. അല്ലാതെ ഇത് ഡിവോഴ്സ് ആയി കഴിഞ്ഞിട്ട് മറ്റൊരു ജീവിതം എന്നതിനെക്കുറിച്ചല്ല ആദ്യം ചിന്തിക്കേണ്ടത്. പിന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് മറ്റൊരാൾ വരാൻ ഉള്ള സാധ്യതകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വന്നു ചേരും. നിങ്ങൾ അങ്ങോട്ട് പോകണമെന്നില്ല, നിങ്ങളെ തേര് വരും. ചിലപ്പോൾ നിങ്ങൾ തന്നെ അപ്രതീക്ഷിതമായിട്ട് കണ്ടുമുട്ടും. ഒരു ജീവിതം മോശമായി പോയത് കൊണ്ട് പിന്നീട് എൻ്റെ ജീവിതമേ മോശമായിരിക്കും, അതുകൊണ്ട് ഇനി വിവാഹമേ വേണ്ട എന്ന് ചിന്തിക്കരുത്. അതിനൊരു സമയമുണ്ട്. ആ സമയം വരെ നമ്മൾ വെറുതെ വീട്ടിലിരുന്ന് കളയരുത്. നമ്മൾ ജോലി ചെയ്ത് സമ്പാദിക്കാനുള്ള സമയമാണത്. അങ്ങനെ നമ്മൾ സമ്പാദിക്കുമ്പോൾ നമുക്ക് ധൈര്യം കൂടും. പണമെന്ന് പറയുന്ന ഒരു ധൈര്യം കൂടിയാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ അറിയത്തില്ലേ, കോടികൾ ആസ്തിയുള്ളവർ വീണ്ടും പിന്നെയും പണത്തിൻ്റെ പുറകെ പോകുന്നത് എന്തിനാണ്? പണമെന്ന് പറയുന്നത് വലിയൊരു പവർ തന്നെയാണ്, ശരിയല്ലേ? അതുകൊണ്ട് ഡിവോഴ്സ് എന്നുള്ളതിനെക്കുറിച്ച് ഒന്നും പേടിക്കുകയൊന്നും വേണ്ട. എന്തായാലും നിങ്ങൾ ഒറ്റപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ആദ്യം കുറച്ച് ദിവസമൊക്കെ വീട്ടുകാരൊക്കെ നമ്മളെ പ്രത്യേകം ഒന്ന് കെയർ ചെയ്യും, പിന്നീട് അവരവരുടെ രീതിയിലേക്ക് മാറും. നമ്മളപ്പോൾ നമ്മളെ സംരക്ഷിക്കേണ്ടത് നമ്മളാണ്, നമ്മളുടെ ജീവിതം തിരഞ്ഞെടുക്കേണ്ടത് നമ്മളാണ്. എങ്ങനെയെങ്കിലും ഇപ്പം വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള നമുക്കിപ്പം വീട്ടുകാരെന്തെങ്കിലുമൊക്കെ തന്നു കാണും. അപ്പോൾ അതൊക്കെ വെച്ച് നമുക്ക് പഠിക്കാൻ വേണമെങ്കിൽ തുടർന്ന് പഠിക്കണമെങ്കിൽ പഠിക്കാം. ഹോസ്റ്റലിൽ നിന്ന് പോകുന്നതായിരിക്കും അതിലും നല്ലത്. അപ്പോൾ അതെന്തിനാണെന്നറിയാമോ ഞാൻ പറയുന്നത്? നമ്മുടെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ പലരെയും വഴി വെച്ച് കാണും, പല ചോദ്യങ്ങളുണ്ടാകും. അതിനൊക്കെ നല്ലത് എന്താണ്, കുറച്ച് നാൾ അവിടെ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ്. നമ്മളെന്തിനാ മറ്റുള്ളവരുടെ വായിലിരിക്കുന്ന കമൻസുകൾ കേൾക്കുന്നു? അങ്ങനെ കേട്ട് കഴിഞ്ഞാൽ വിഷമിക്കുന്ന മനസ്സാണെങ്കിൽ വെറുതെ എന്തിനാ മനസ്സിനെ വിഷമിപ്പിച്ചാൽ ഇല്ലാത്ത അസുഖങ്ങൾ വരുത്തുന്നത്? അതുകൊണ്ട് ഡിവോഴ്സ് എന്ന് പറയുമ്പോൾ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിന്നുണ്ടാകും. അതിനെയൊക്കെ നേരിടാനുള്ള ധൈര്യം ആർജിച്ചിട്ട് വേണം ആ ഒരു തീരുമാനത്തിലേക്ക് പോകാൻ. എപ്പോഴും ഒന്നുകൂടി ആലോചിക്കുക എന്ന് പറയുന്നത് എന്തിനാണെന്നറിയാമോ? നിങ്ങളുടെ മനസ്സ് വേദനിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മറ്റുള്ളവരങ്ങനെ പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് ഡിവോഴ്സ് ഒരു മോശമായ കാര്യം എന്നൊന്നും ചിന്തിക്കേണ്ട. ഒരു മാനസിക സമ്മർദ്ദം ഉണ്ടാകും എന്നുള്ളതാണ് പ്രധാനമായിട്ടും. നമുക്ക് ജോലിയും വരുമാനവും ഉണ്ടെങ്കിൽ അതൊന്നും ഒരു പ്രശ്നമല്ല. നമ്മളെ സന്തോഷം നമ്മൾ കണ്ടെത്തുക, അതിലാണ്. പിന്നീടുള്ള കാര്യം, നമുക്കൊരു കൂട്ട് വേണം തോന്നുമ്പോൾ നമുക്ക് അനുയോജ്യമായ ഒരാളെ നമ്മൾ കണ്ടെത്തും. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. എന്തായാലും ഒന്ന് വിവാഹം കഴിച്ച ആ ജീവിതം എന്താണെന്ന് നമ്മൾ അറിഞ്ഞതാണ്. അത്രയൊക്കെ ഉള്ള ജീവിതം എന്ന് മനസ്സിലാക്കിയതാണ്. പിന്നെ അതിൻ്റെ പുറകെ പോകുന്നതിലും നല്ലത് സ്വന്തമായി ജീവിക്കുമ്പോൾ, സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാകുമ്പോൾ, അതിൽ നിന്ന് സന്തോഷം കണ്ടെത്തുമ്പോൾ അതൊരു പ്രത്യേക സുഖം തന്നെയാണ്. നമുക്കെപ്പോഴും നമ്മൾ തന്നെയാണ് കൂട്ട്, അല്ലേ? നമ്മുടെ മനസ്സാണ് നമ്മുടെ കരുത്ത്. അതാരും മറക്കണ്ട. ഓക്കെ.